കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബ് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കിയാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. ഈ പാഠം 2 ഭാഗങ്ങളിലായിട്ടാണ് നാം പഠിക്കുന്നത്. ഇന്ന് നാം പഠിക്കുന്നത് ഒന്നാമത്തെ പാഠമാണ്. ഈ ഒന്നാമത്തെ പാഠത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ മഹേഷ് ഇന്ന് ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് ഈ സ്റ്റുഡിയോയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്റർ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു. താങ്ക് യു. അതുപോലെ പാസ്റ്റർ എഡ്വിൻ ഇന്ന് ഈ സ്റ്റുഡിയോയിൽ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. എന്നാൽ ഇതൊക്കെയും ശിഷ്യന്മാരുടെ ദൃഷ്ടിയിൽ പെട്ട രീതിയിലാണ് ഇതൊക്കെയും ചെയ്യുന്നത്. ചില അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് ഉയർത്ത് എഴുന്നേൽപ്പിച്ചതായ അത്ഭുതം, മറുരൂപമലയിൽ പോയതായ ഒരു അത്ഭുതം, ഇതൊക്കെ മാത്രമാണ് ചില ശിഷ്യന്മാരെ മാത്രം കൊണ്ടുപോയി മറ്റുള്ളവരുടെ കണ്ണിൽ കാണാതെ ചെയ്തതായ പ്രവൃത്തികൾ. ബാഹ്യമായി നാം കാണുമ്പോൾ യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളിൽ ഭൂരിഭാഗവും ഈ ശിഷ്യന്മാരുടെ ഇൻവോൾവ്മെൻറ്റും അതിനകത്ത് ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ചെയ്തതായ ഈ അത്ഭുതങ്ങൾ കണ്ടതായ ശിഷ്യന്മാർ പോലും യേശുക്രിസ്തു ആരാണ് എന്നും യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണ് എന്നും യേശുക്രിസ്തു ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ പോയതായ ഒരു കൂട്ടം വിദ്യാർത്ഥികളായിരുന്നു. ഈ ശിഷ്യന്മാരെ കർത്താവ് യേശുക്രിസ്തു എപ്രകാരം പഠിപ്പിച്ചു, എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും നാം ചർച്ച ചെയ്യുന്നത്. മനപ്പാഠവാക്യം മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം പറയുന്നത്: പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചു, അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു ഒരു കുരുടനെ സൗഖ്യമാക്കുന്നതായിട്ടാണ് ഈ പാഠത്തിലെ ആദ്യത്തെ ഭാഗം വരുന്നത്. ആ കുരുടനെ യേശു ക്രിസ്തു സൗഖ്യമാകുക എന്ന് പറഞ്ഞാൽ സൗഖ്യമാകുമായിരുന്നു. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു തൊട്ട് സൗഖ്യമാക്കി എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്? പൊതുവായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി, ഒരു വ്യക്തിക്ക് രോഗാവസ്ഥ ഉണ്ട് എന്ന് പറയുകയാണെങ്കിലോ ദൈവത്തിന് പ്രസാദമില്ലാത്തത് എന്തോ അവനോ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു ശിക്ഷ എന്നാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ അതല്ല കാരണം എന്നുള്ളത് നമുക്ക് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ കർത്താവ് അവൻ്റെ തൊട്ട് അവനെ സൗഖ്യമാക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ തൊടുമ്പോൾ സംഭവിക്കുന്നത്, അവൻ ആദ്യം പറയുന്നത്, മരങ്ങൾ ഇങ്ങനെ മനുഷ്യർ നടക്കുന്നത് പോലെ ഞാൻ കാണുന്നു. വീണ്ടും കർത്താവ് എന്ത് ചെയ്യുന്നു? അവനെ തൊട്ട് സൗഖ്യമാക്കുമ്പോൾ പരിപൂർണ ഒരു സൗഖ്യം അവന് ലഭിക്കുന്നതായി വചനത്തിൽ കൂടി നാം മനസ്സിലാക്കും. ഈ തൊട്ടുകൂടായ്മ നിലനിന്നിരുന്നതായ ഒരു കാലഘട്ടവും കൂടെ ആയിരുന്നിരിക്കണം അത്. കാരണം ഈ വേദപുസ്തകം എഴുതുന്നത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഈ തൊട്ടുകൂടായ്മ മാറിയിട്ട് ഇപ്പോൾ ഒരു 50 വർഷം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അതിനും ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്നതായ ഒരു സാമൂഹിക വ്യവസ്ഥ, ഒരു വ്യക്തി, ഒരു ഗുരു, ഒരു അശുദ്ധനായ ഒരു മനുഷ്യനെ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്നതായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. എന്നാൽ അവനും അബ്രഹാമിൻ്റെ സന്തതിയാണ്, അവനും രക്ഷയുടെ അവകാശിയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയും കൂടെയാണ് കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നത്? അവനെ തൊടുന്നത്. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതായ ഒരു ചോദ്യം ഈ ഭാഗത്ത് ഉടലെടുക്കുന്നു. അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറയുകയാണ്. പത്രോസ് കർത്താവായ യേശു ക്രിസ്തു മശിഹയാണ് എന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഉടനെ കർത്താവ് യേശു ക്രിസ്തു ശാസിച്ചു, അവരോട് പറഞ്ഞ് എന്ത് ചെയ്യരുത്? നിങ്ങൾ ആരോടും ഇത് പറയരുത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു നിങ്ങൾ ഇത് ആരോടും പറയരുത് എന്ന് പറയാനുള്ളതായ കാരണം? കർത്താവ് യേശു ക്രിസ്തു മശിഹയാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ തിരിച്ചറിയുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ യഹൂദന്മാരുടെ ഇതനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സ്ക്രിപ്ചർ അല്ലെങ്കിൽ വേദഭാഗങ്ങൾ അനുസരിച്ച് മശിഹയുടെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ ഒക്കെയും പരാമർശിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് യേശു ക്രിസ്തു എപ്രകാരം വരുന്നു എന്നും ആരിലൂടെയാണ് ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നതെന്നും വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരുന്നു. അതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം എന്നാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദാനിയേൽ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കണക്കാക്കാതെ, അല്ലെങ്കിൽ ഇതൊന്നും പഠിച്ച്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടും ഇതൊന്നും കൃത്യമായിട്ട് എടുക്കാതെ അവർ ഒരു ഭൗതിക മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. യഹൂദന്മാരെ റോമൻ സാമ്രാജ്യത്തിൽ നിന്നും വിടുവിക്കുന്നതായിട്ടുള്ള ഒരു ഭൗതിക മശിഹയ്ക്ക് വേണ്ടിയാണ് ഇവിടെ യഹൂദന്മാർ കാത്തിരുന്നത്. എന്നാൽ
അവർ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു മശികയല്ല. ലോകത്തിലെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവരുടെ തന്നെ പ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ തന്നെ വേദപുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ മശികയാണ് ഭൂമിയിൽ വന്നത് എന്ന് അവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അവർ കർത്താവ് യേശുക്രിസ്തുവിനെ മശികയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ കർത്താവ് യേശുക്രിസ്തു ഒരു ഭൗതികമായിട്ട് റോമൻ സാമ്രാജ്യത്തിൽ നിന്നും വിടുവിക്കുന്നവനായിട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്നും അവരെ രക്ഷിക്കുന്നവനായിട്ട് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ മശികയാണ് എന്ന് നിങ്ങൾ അവരോട് പറയരുത്. അവർ പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല എന്ന് കർത്താവ് യേശുക്രിസ്തുവിന് വ്യക്തമായി അറിയാമായിരുന്നു. പാസ്റ്റർ, എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ളതായ ഒരു ചൊല്ല് നമ്മുടെ കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. കർത്താവായ യേശുക്രിസ്തുവും ഈ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത്? വേദപുസ്തകം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം സകലതും അതിനതിൻ സമയത്ത് ദൈവം ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നു. അതുപോലെ കാലം തികഞ്ഞപ്പോൾ എന്നുള്ള വാക്കും നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ വചനങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്തിൽ ദൈവം തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് സമയം ആകുന്നതിന് മുമ്പേ എന്നെ ഉപദ്രവിക്കാൻ വന്നത് എന്തെന്ന് പിശാച് ചോദിച്ച ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് സകല കാര്യങ്ങൾക്കും ഒരു സമയക്ലിപ്തത ഉണ്ടായിരുന്നു. അതിന് പ്രകാരം ദൈവം കാര്യങ്ങൾ ചെയ്തിരുന്നു. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് നിങ്ങളെ തന്നെ ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നുള്ളതാണ്. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനുള്ളതായ നമുക്കുള്ള ചിലവ് എന്താണ്? ശരിക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചിലവെന്ന് പറയുന്നത് ഒന്നുമില്ല. നമ്മളെ തന്നെ സമർപ്പിക്കുക. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. അതിനുള്ള കാരണം കർത്താവ് യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നു. കർത്താവ് യേശു ക്രിസ്തു അനുഭവിക്കാൻ പോകുന്നതായിട്ടുള്ള വലിയ ഒരു കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ആ ഒരു വലിയ അനുഭവത്തെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു അവിടെ എടുത്ത് കാണിക്കുന്നു. ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ മറുവിലയായിട്ട് കൊടുക്കാനുള്ളത്. നമ്മളെ തന്നെ നമ്മൾ സമർപ്പിച്ചാൽ ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നതിനെ കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെയും മറ്റു പുരുഷാരത്തെയും വിളിച്ച് അരികിൽ നിർത്തിയിട്ട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നിൻ്റെ കുരിശ്, അഥവാ തങ്ങളുടെ കുരിശെടുത്ത് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാനാണ് പറയുന്നത്. എന്താണ് ഈ ഓരോരുത്തരുടെയും കുരിശ് എടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ അനുഗമിക്കണമെന്ന് പറയുന്നതിനർത്ഥം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവോട് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ അവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നതായി നമ്മൾ കാണുന്നു. അതിൻ്റെ ഒരർത്ഥം, ഏതൊരു വ്യക്തി തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനെ പോലെ ഉള്ള ഒരു പെർഫെക്റ്റ് ലൈഫ് തന്നിൽ ഇല്ല, തന്നിൽ കുറവുണ്ട് എന്ന് ചിന്തിക്കുന്നു, ആ വ്യക്തിയാണ് കർത്താവിനെ പോലെ മാറണം, കർത്താവിന് തലയോളം വളരണം എന്നുള്ള ആഗ്രഹത്തോട് ദൈവത്തിന് പ്രസാദമുള്ളവനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് അവിടെ ഉപദേശിച്ചതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു. നമ്മുടെ കുരിശെടുത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ ഈ ക്രിസ്തീയ ജീവിതത്തിലുണ്ടാകും. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കെ തന്നെ നാം യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം. മാത്രമല്ല, ഇതെല്ലാം മാറിയിട്ട് ഞാൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കാം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിറവേറുകയുമില്ല. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം വരുന്നത് നിങ്ങളിൽ ചിലർ കാണും, അതുവരെ നിങ്ങൾ മരിക്കുകയില്ല എന്ന്
പറയുകയുണ്ടായി. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഇനി വരുന്നത് വരെ ഈ ശിഷ്യന്മാർ മരിക്കുകയില്ല എന്നുള്ളതായ ഒരു ചർച്ച അവിടെ ഉണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് ഈ ഒരു ഭാഗം എടുത്തിട്ട് പലരും ചിന്തിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും വരവിനെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് പലരും ചിന്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യം വരുന്നത് വരെ നിങ്ങളിൽ ചിലർ മരണം കാണുകയില്ല എന്ന് പറയാനുള്ള കാരണം അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കുന്നതായിട്ടുള്ള വലിയൊരു കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് മറുരൂപ മലയിലേക്ക് പോവുകയും അവിടെ കർത്താവ് യേശുക്രിസ്തു 3 ശിഷ്യന്മാരെയും കൂട്ടി, പത്രോസ് അപ്പോസ്തലനെയും യോഹന്നാൻ അപ്പോസ്തലനെയും യാക്കോബ് അപ്പോസ്തലനെയും കൂട്ടി കർത്താവ് യേശുക്രിസ്തു മറുരൂപ മലയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ ഏലിയാവും മോശയും കർത്താവ് യേശുക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടുകയും അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരികയും അവിടെ കർത്താവ് യേശുക്രിസ്തു രൂപാന്തരപ്പെടുന്നു, അല്ലെങ്കിൽ ആ ദൈവീക തേജസ് അവർക്ക് വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് പത്രോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് കണ്ടിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മളിവിടെ ഇരിക്കുന്നത് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ 3 കൂടാരം നമ്മൾ പണിയേണ്ടിയിരിക്കുന്നു. ഒന്ന് കർത്താവ് യേശുക്രിസ്തുവിനും ഏലിയാവിനും അതുപോലെ തന്നെ മോശ പ്രവാചകനുമെന്ന് അവിടെ പത്രോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് കാണുന്നു. ഈ ഭാഗത്തെ മുൻ കണ്ടുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, ദൈവരാജ്യം വരുന്നത് സമയത്ത് ചിലർ അത് കാണും, അല്ലെങ്കിൽ മരണം കാണാതെ പലരും ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറയാനിടയായി തീർന്നതായിട്ടുള്ള കാര്യം. പാസ്റ്റർ, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു ഉള്ളതായ ഒരു രാജ്യമാണ്. കർത്താവ് യേശുക്രിസ്തു മറുരൂപ മലയിൽ ചെന്ന് തൻ്റെ വിശ്വരൂപം ഈ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഒരു വലിയ ഒരു ആത്മധൈര്യമുണ്ടായി. ഉടനെ പത്രോസ് പറയുകയാണ്, നമുക്ക് ഇവിടെ തന്നെ തങ്ങിയാലോ, നമുക്ക് താഴേക്ക് പോകണ്ട എന്നൊരു ചിന്ത ഉണ്ടായി. ഇതേ സമയം ഈ മറുരൂപ മലയുടെ താഴ്വാരത്തിൽ മറ്റു 9 ശിഷ്യന്മാരും ഒരു രോഗിയായ ഒരു കുട്ടിയുമായി മല്ല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗിയെ ഇവർക്ക് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. എന്താണ് അതിൻ്റെ കാരണം? ശിഷ്യന്മാരെ കർത്താവ് അയച്ചപ്പോൾ നിങ്ങൾ എല്ലായിടത്തും ചെന്ന് ദൈവവചനം പ്രസംഗിക്കുക, അതേപോലെ രോഗികൾക്ക് സൗഖ്യം നൽകുക, ഭൂതഗ്രസ്തരെ വിടുതലാക്കുക എന്നുള്ള ഒരു കൽപ്പന, അതുപോലെ അത് ചെയ്യുവാനുള്ള ആത്മീകമായിട്ടുള്ള വരങ്ങളും കൃപകളും ദൈവം ശിഷ്യന്മാർക്ക് നൽകിയിരുന്നു. എന്നാൽ നേരത്തെ നമ്മൾ കേട്ടതുപോലെ 12 ശിഷ്യന്മാരിൽ 3 പേരെ മാത്രമാണ് കർത്താവ് ആ മറുരൂപ മലയ്ക്ക് കൊണ്ടുപോകുന്നത്. മറ്റ് 9 പേരും താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ വലിയ ഒരു ആശങ്ക ഉണ്ടായി, വലിയ അവർക്കതിനെ ജീർണിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മളെ മാത്രം എന്തുകൊണ്ട് അവരെ മാത്രം കർത്താവ് കൊണ്ടുപോയി, നമ്മളെ കൊണ്ടുപോയില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവരിൽ ഉണ്ടായിരുന്നത്. ദൈവീകമായിട്ടുള്ള ഒരു ചിന്താഗതിയല്ല അവരെ നയിച്ചത്. നമ്മുടെ താഴെക്കടയിലുള്ള വ്യക്തികളാണോ എന്നുള്ള രീതിയിൽ ഒരു മൽപ്പിടുത്തമാണ് അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ചിന്തയോട് കൂടിയാണ് ആ പിതാവ് ബുദ്ധക്രിസ്തനായ തൻ്റെ മകനെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക്, ഈ 9 പേരുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്യുവാൻ സാധിച്ചില്ല, സൗഖ്യമാക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതായിട്ട് നമ്മൾ കാണുന്നു. കാരണം അവരതിന് ഒരുക്കമില്ലാതെ അവരുടെ ഹൃദയങ്ങൾ മറ്റ് ചിന്തകളാൽ ഭാരപ്പെട്ടിരുന്നു. ആരാണ് വലിയവൻ എന്നുള്ളതായ ഒരു ചിന്ത അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരാളെ ഇടത്തും ഒരാളെ വലത്തുമൊക്കെ ഇരുത്തണം എന്ന്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുകയുണ്ടായി, ഞാൻ കുടിക്കുന്നതായ പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞാൽ അതിന് സാധിക്കും. യേശുക്രിസ്തു പിന്നെ അവരോട് പറയുകയുണ്ടായി, തീർച്ചയായിട്ടും ഞാൻ കുടിക്കുന്നതായ പാനപാത്രം പിന്നത്തേതിൽ നിങ്ങൾ എന്ത് ചെയ്യും, കുടിക്കും എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അനേകർ കർത്താവ് യേശുക്രിസ്തുവിനെ നാം അറിയുന്നത് പോലെ അറിയാതെ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി നടക്കുകയും ചെയ്യുന്നവരുണ്ട്. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതായ ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം? ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്നതായിട്ടുള്ള ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല. അതിനുശേഷം കർത്താവ് യേശുക്രിസ്തു വരുന്ന സമയത്ത് ഈ വ്യക്തി വിളിച്ച് പറയുകയാണ്, എനിക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന് പറയണം എനിക്ക് വിശ്വാസമുണ്ട് എന്ന്. ആ സമയത്ത് കർത്താവ് യേശുക്രിസ്തു കൃത്യമായിട്ടും ആ കുഞ്ഞിന് വിടുതൽ നൽകുന്നു, അല്ലെങ്കിൽ സൗഖ്യം നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പറയുന്നതായിട്ടുള്ള വ്യക്തികളെ കർത്താവ് യേശുക്രിസ്തു ചെയ്തതുപോലെ തന്നെ നമ്മളും അവരെ ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. എന്നാൽ അതിനുശേഷം
കർത്താവ് യേശുക്രിസ്തു ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ വന്ന് കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമുക്കിത് കഴിയാത്തത് എന്ന്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നതായിട്ടുള്ള ഉത്തരം, പ്രാർത്ഥനയാലല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോവുകയില്ല എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. നമ്മൾ മുന്നമേ മനസ്സിലാക്കി പ്രാർത്ഥനയെ ശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ ശ്വാസത്തോടാണ് ദൈവത്തിൻ്റെ വചനം ഉപമിച്ചിരിക്കുന്നത്. അതായത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ് പ്രാർത്ഥന എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഭാഗത്ത് എലൻ വൈറ്റ് എന്തുകൊണ്ട് ഹാനോക്ക് ദൈവത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അല്ലെങ്കിൽ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളതിന് പറയുന്നത്, ഹാനോക്കിൻ്റെ ശ്വാസോച്ഛ്വാസം പോലും ആ ദൈവത്തോടൊപ്പമായിരുന്നു, അല്ലെങ്കിൽ ദൈവം ആ ശ്വാസം എടുക്കുന്നത് പോലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മളും ദൈവത്തെ ആ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ആ ശിഷ്യന്മാർക്ക് കഴിയാത്തതായിട്ടുള്ള അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുവാൻ സാധിക്കും. അപ്രകാരം ഇവിടെ ക്രിസ്തു ആ വ്യക്തിക്ക് സൗഖ്യം നൽകിയതുപോലെ, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യം നൽകിയതുപോലെ, നമ്മളും നമ്മളെ തേടി വരുന്ന അല്ലെങ്കിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തികളെ നമ്മളും സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളോട് നമ്മളും ആയിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നമുക്കൊരു ഇടവേളയുടെ സമയമായി. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ച പുനരാരംഭിക്കാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വലിയൊരു ചിന്തയുണ്ടായി, ഞാനാണ് വലിയവൻ. ഈ ഞാനാണ് വലിയവൻ എന്നുള്ളതായ ആശയത്തെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു എന്താണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്? ഈ സംഭവം നമ്മൾ കാണുമ്പോൾ അവർ യാത്ര മധ്യയാണ് തമ്മിൽ തർക്കിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവ് അവരെ ഒരുമിച്ച് ഒരിടത്ത് ഇരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ യാതൊരുമധ്യം ഇങ്ങനെ തർക്കിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞില്ല. പക്ഷെ കാര്യങ്ങൾ കർത്താവ് മനസ്സിലാക്കി. കർത്താവ് അവരോട് പറഞ്ഞതാണ്, നിങ്ങളിൽ ഒരുവൻ വലിയവനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ പോലെ ആകണം എന്ന ഒരു കുഞ്ഞിനെ അവരുടെ മുൻപിൽ നിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കള്ളം കപടമല്ല, ഞാൻ വലുതാണ് എന്നുള്ള ചിന്തകളില്ല. അപ്പോൾ ശിഷ്യന്മാരും ആ കുഞ്ഞുങ്ങളെ പോലെയുള്ള ഒരു സ്വഭാവമുള്ളവരായി തീരണം എന്നുള്ളത് ഇന്ന് നമുക്കും, കർത്താവിൻ്റെ ശിഷ്യന്മാരെ നമുക്കും അങ്ങനത്തെ ഉള്ള കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള ആ ഒരു എളിമയും ഒരു മനോഭാവവും ഉള്ള ഒരു വ്യക്തികളായി നമ്മളായിരിക്കും. പാസ്റ്റർ, ലോകപരമായി ഈ മഹത്വം എന്ന് പറയുന്നത് സമൂഹത്തിലുള്ളതായ വിലയും നിലയുമാണ്. എന്നാൽ ദൈവസന്നിധിയിലുള്ളതായ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് യേശുക്രിസ്തു ഇവരോട് പറയുന്നത്, നിങ്ങൾ ഒരുവൻ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ ശുശ്രൂഷകനായി തീരണം, അല്ലെങ്കിൽ അവൻ ദാസനായി തീരണം എന്നാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ ലോകപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മഹത്വം അല്ലെങ്കിൽ വലിയവനായി തീരണമെന്ന് പറഞ്ഞാൽ അവൻ ഉന്നതനായിട്ട് തന്നെ ഇരിക്കണമെന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഉന്നതനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദാസനായി തീരണം. ക്രിസ്തു അത് പറയുക മാത്രമല്ല ചെയ്യുന്നത്, കൃത്യമായിട്ടും അത് പ്രവർത്തിച്ച് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി അത് കർത്താവ് യേശുക്രിസ്തു പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതാണ് ലോകത്തിൽ നിന്നും വിപരീതമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം. പാസ്റ്റർ എഡ്വിൻ, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു പുതിയ വിശ്വാസികളെ എപ്രകാരം പരിപാലിക്കണം എന്നുള്ളതായ ഒരു ആശയം പറയുന്നുണ്ട്. എന്താണ് യേശു ക്രിസ്തു അവിടെ പരാമർശിക്കുന്നത്? പൊതുവായി പ്രകൃതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു ചെടി വളർത്തിയെടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുപോലെയാണ് വിശ്വാസത്തിൽ കടന്നു വരുന്ന വ്യക്തികളെക്കുറിച്ചും അവർ ഒരു ശിശു എന്നുള്ള രീതിയിലാണ് ആത്മീക ജീവിതത്തിൽ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലും വചനം കൊണ്ടും അവരെ ഉത്സാഹപ്പെടുത്തണം, അവരെ വചനത്താൽ പരിപോഷിക്കണം എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണും. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു പറയുകയുണ്ടായി, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകുവാൻ നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം തടസ്സമാണ് എങ്കിൽ അതിനെ വെട്ടിക്കളയട്ടെ. കാരണം ശരീരം മുഴുവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒരു ശരീരഭാഗമില്ലാതെ നരകത്തിൽ പോകുന്നത് നല്ലതാണെന്ന്. ഇത് അക്ഷരാർത്ഥത്തിലുള്ളതായ ഈ വെട്ടിമുറിക്കലിനെ കുറിച്ചാണോ പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചത്? ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് എതിരായിട്ട് നിൽക്കുന്നുവെങ്കിൽ
അതിനെ അതിപ്പോൾ കണ്ണാണ് നിങ്ങൾക്ക് ഇടർച്ച ഭവിക്കുന്നതെങ്കിൽ കണ്ണിനെ ചൂന്ന് കളയാൻ പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കൈയാണ് ഇടർച്ച ഭവിക്കുന്നത് എങ്കിൽ കൈയെ വെട്ടിക്കളയുക. അപ്പോൾ ഒരു കൈ ഉള്ളവനായി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് നല്ലത് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇവിടെ കർത്താവ് യേശുക്രിസ്തു ആക്ഷരിതമായിട്ട് അല്ല അത് പറയുന്നത്. അതായത് നമുക്ക് ഇടർച്ച ഭവിക്കുന്നതായിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകുവാൻ പാടില്ല. ഇപ്പോൾ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച ഭവിക്കുന്നു എങ്കിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൈയാണ് നമുക്ക് ഇടർച്ച ഭവിക്കുന്നത് എങ്കിൽ നമ്മൾ ആ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തു ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാസ്റ്റർ, ഈ കർത്താവ് യേശുക്രിസ്തു ഈ ഭാഗത്ത് നരകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ചില വിശ്വാസികളുടെ ചിന്ത ഈ നരകം എന്ന് പറയുന്നത് ഇപ്പോഴേ അവിടെ ഉണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ നരകം ഇപ്പോഴുള്ളതായ ഒരു സംഭവമാണോ, അതോ കർത്താവായ യേശുക്രിസ്തു അന്ത്യകാലത്തെക്കുറിച്ച്, ഒടുവിൽ നമ്മുടെ ജീവൻ ഈ നരകത്തിൽ നഷ്ടമാകും എന്നതിനെക്കുറിച്ചാണോ പറയുന്നത്? പൊതുവായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് മറ്റ് മതത്തിലുള്ള ആളുകളുടെ വിശ്വാസം പോലെ നരകം ഇപ്പോഴും ഉണ്ട്, അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ ആ ന്യായവിധി കഴിഞ്ഞതിന് ശേഷമാണ് ദുഷ്ടന്മാരുടെ നാശം എന്നുള്ളത് വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, എന്നും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമല്ല. കാരണം എന്തുവാ, ദൈവം അങ്ങനെ ഉള്ള ഒരു ദൈവം സ്നേഹമുള്ള ഒരു ദൈവമാണ്. പാസ്റ്റർ, ഇന്നത്തെ ഈ ചർച്ച നമ്മുടെ പ്രേക്ഷകർക്ക് പ്രയോജനകരമായി എന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ മഹേഷുമായിട്ട് അല്പം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അവിടെ നടികളോട് കൂടെ ഇരിക്കുന്ന വലിയ കപോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇത് കർത്താവെ കാണുന്നതായിട്ടുള്ള ആളുകളെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനും അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നിർഭരമായ ഒരു അനുഭവം ഉണ്ടാകുവാനും എൻ്റെ ദൈവം അവിടെ നിന്ന് ഇടപെടണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അനേക കാര്യങ്ങൾ ഉപമകളിലൂടെ പഠിപ്പിച്ചു. ആയതുപോലെ തന്നെ ഉപദേശ രൂപേണ കർത്താവ് യേശുക്രിസ്തു അവരെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ പ്രവൃത്തിയിലൂടെ യേശുക്രിസ്തു എപ്രകാരം ഒരു നല്ല അനുയായിയായി ജീവിക്കണം എന്നും ശിഷ്യന്മാരെ പഠിപ്പിച്ചു. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ പാഠങ്ങളൊക്കെയും ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതായ നമുക്കുള്ളതായ പാഠമാണ് എന്ന് മനസ്സിലാക്കി ഇന്ന് നാം പാഠത്തിൽ പഠിച്ചതുപോലെ എപ്രകാരം ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിലേക്ക് നാം കൈക്കൊള്ളണം, ആ ദൈവരാജ്യത്തിലേക്ക് നടന്നു വരുന്നതായ ഒരു വ്യക്തിയെ നാം എപ്രകാരം ബഹുമാനിക്കണം. അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത് പോലെ മറ്റൊരുവനെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് നാം എണ്ണിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്നുള്ളതായ ഇത്യാദി കാര്യങ്ങളൊക്കെ നാം മനസ്സിൽ വെച്ച് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുകയാണ് എങ്കിൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും എല്ലാം ശുദ്ധവും നീതിയുമുള്ളതായി നാം നിലനിർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും നരകത്തിൽ പോകുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമ്മെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുക തന്നെ ചെയ്യും. അതിന് ഇന്ന് പാഠം ഞങ്ങളോടൊപ്പം പഠിച്ചതായ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.